Hi everyone, welcome to Nurse Voice. My name is Anna Joseph and I am working as a registered nurse in Canada. കോവിഡിനൊക്കെ മുമ്പായിട്ട് നമ്മൾ NNIS പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള കോമ്പിറ്റൻസി മെറ്റാകാതെ നമ്മുടെ അഡ്വൈസ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞിട്ട് മെറ്റാകാതെ വരുമ്പോൾ CNO നമുക്ക് എന്തെങ്കിലും കോഴ്സസോ അല്ലെങ്കിൽ പ്രോഗ്രാംസോ എടുത്തിട്ട് ആ കോമ്പിറ്റൻസി മെറ്റായതിനു ശേഷം നമുക്ക് എലിജിബിലിറ്റി തരികയാണ് ചെയ്തിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ വൺസ് നമുക്ക് എലിജിബിലിറ്റി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ എക്സാം എഴുതുന്നു. നമുക്ക് വൺസ് നമ്മൾ എക്സാം പാസ്സായി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ റിപ്പോർട്ട് CNOയ്ക്ക് സബ്മിറ്റ് ചെയ്യുമ്പോൾ എപ്പാർട്ട് ഫ്രം എക്സാം റിസൾട്ട് ഓർ എഡ്യൂക്കേഷൻ റിക്വയർമെൻറ്റ്സ് അവർ കുറച്ചും കൂടെ റിക്വയർമെൻറ്റ്സ് നമ്മളോട് ചോദിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, അതുപോലെ തന്നെ ജൂറിസ്പ്രുഡൻസി എക്സാമിനേഷൻ, അതുപോലെ വർക്ക് പെർമിറ്റ്, ഓതറൈസേഷൻ ടു വർക്ക്, ഇപ്പോൾ ഇത് വർക്ക് പെർമിറ്റോ PR ഏതാണ് നമ്മുടെ വർക്ക് ഓതറൈസേഷൻ ഉള്ളത് അതുപോലെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മളോട് കുറച്ച് റിക്വയർമെൻറ്റ്സ് കൂടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ റിക്വയർമെൻറ്റ്സ് കൂടി നമ്മൾ മെറ്റാക്കിയതിന് ശേഷം നമുക്ക് ലൈസൻസ് നൽകി നമ്മൾ രജിസ്റ്റേർഡ് നഴ്സായി വർക്ക് ചെയ്യുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ കോവിഡിൻ്റെ ടൈമിൽ കുറച്ചും കൂടെ നഴ്സസിനെ നമുക്ക് ആവശ്യമായിരുന്നു. അപ്പോൾ ഒണ്ടാരിയയിൽ ആവശ്യമായതുകൊണ്ട് തന്നെ നമുക്ക് കനേഡിയൻ NCLEX RNൻ്റെ കൂടെ തന്നെ US NCLEX RNനും ഓസ്ട്രേലിയൻ NCLEX RNനും നമുക്ക് എഴുതാമായിരുന്നു. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അപ്പം NNISൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു, അഡ്വൈസറി റിപ്പോർട്ട് കിട്ടി, എന്തെങ്കിലും കോമ്പിറ്റൻസി മെറ്റാകാനുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി USO അല്ലെങ്കിൽ ഓസ്ട്രേലിയൻ NCLEXO എഴുതിയ ഒരാളാണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ CNOയ്ക്ക് കൊടുക്കുമ്പോൾ CNO അതും കൂടി വാലുവേറ്റ് ചെയ്ത് നമ്മൾക്ക് കംപ്ലീറ്റ് മെറ്റാകാത്തുള്ള എന്തെങ്കിലും കോമ്പിറ്റൻസി ഉണ്ടെങ്കിൽ അതെല്ലാം വേവ് ചെയ്ത് മെറ്റാക്കി നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. അപ്പം ഇപ്പോഴത്തെ ഒരു പുതിയ CNO അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതായത് മിനിസ്ട്രി ഓഫ് ഹെൽത്തും CNOയും കൂടി ജസ്റ്റ് നമുക്കൊരു ഔട്ട്ലൈൻ തന്നിരിക്കുകയാണ്. November 20 2024 ഒരു ഔട്ട്ലൈൻ തന്നിട്ടുണ്ട്. അതാണ് TTP എന്ന് പറയുന്നത്, അതായത് ട്രാൻസിഷൻ ടു പ്രാക്ടീസ്. അതായത് അത് എഫക്റ്റീവ് ആകുന്നത് ഈ വർഷം April 1 തൊട്ടാണ്. അപ്പം അതിൻ്റെ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രമേ തന്നിട്ടുള്ളൂ. അതായത് April 1, 2025 തൊട്ട് പ്രോസസ്സ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ എക്സാം എഴുതുന്നോ ആയിട്ടുള്ള നഴ്സസ്, അതിപ്പോൾ RPN ആണെങ്കിലും RN ആണെങ്കിലും അവർക്ക് ഈ പറയുന്ന പ്രോഗ്രാം മാൻഡേറ്ററി ആയിട്ട് അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോഗ്രാം അവർ ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർനാഷണൽ നഴ്സസ് ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുറേ നാളത്തെ എക്സ്പീരിയൻസ് ഉള്ള നഴ്സസ് ഉണ്ട്, എക്സ്പീരിയൻസ് ഇല്ലാത്ത നഴ്സസ് ഉണ്ട്, നാട്ടിൽ നിന്ന് വരുന്ന ഇൻ്റർനാഷണലിൽ വരുന്ന നഴ്സസിൽ. അപ്പം നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ പേഷ്യൻസിനോ റെസിഡൻസിനോ ഒക്കെ ക്വാളിറ്റി ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യാനും ഒപ്പം നല്ല സേഫ് പ്രാക്ടീസ് ആകാൻ വേണ്ടിയാണ് ഈ ഒരു ട്രാൻസിഷൻ ടു പ്രാക്ടീസ് എന്ന് പറയുന്ന പ്രോഗ്രാം വരുന്നത്. അപ്പം ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ഒരു അപ്ഡേഷൻ കിട്ടിയിട്ടില്ല. ബട്ട് ഈ ഒരു പ്രോഗ്രാം മാൻഡേറ്ററി ആയിട്ട് അതിപ്പോൾ RPN ആണെങ്കിലും RN ആണെങ്കിലും ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ അത് April 1 തൊട്ട് പ്രോസസ്സ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ഇൻ ദ മിഡിൽ ഓഫ് ദി പ്രോസസ്സിലുള്ളവർക്കാണ് അത് വരുന്നത്. അതായത് ഇപ്പം RN ആയി വർക്ക് ചെയ്യുന്നവർക്കോ RPN ആയിട്ട് വർക്ക് ചെയ്യുന്നവർക്കോ അത് മാൻഡേറ്ററി അല്ല, ബട്ട് April 1 തൊട്ടുള്ള ആ ഒരു ടൈമിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ആ പ്രോസസ്സിലാണ്. ഇപ്പം NCLEX RN എഴുതാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ എക്സാം റിസൾട്ട് വന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടെ കോമ്പിറ്റൻസി മെറ്റാകാനോ എന്തെങ്കിലും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ കോമ്പിറ്റൻസി അല്ലാത്ത തരത്തിലുള്ള എന്തെങ്കിലും തരത്തിൽ ലാംഗ്വേജോ അല്ലെങ്കിൽ ക്രിമിനൽ ചെക്കോ അങ്ങനെ തുടങ്ങിയ എന്തെങ്കിലും തരത്തിലുള്ള റിക്വയർമെൻറ്റ്സ് നിങ്ങൾക്ക് മെറ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും March 31 മുമ്പായി നിങ്ങളതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ ലൈസൻസ് റിസീവ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. അത് അല്ലാത്ത പക്ഷം March 31 ശേഷമാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രോഗ്രാം നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പം അതാണ് പുതിയ CNOൻ്റെയും മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെയും പുതിയതായിട്ടുള്ള ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോഗ്രാം ഒരു ഓൺലൈൻ കോഴ്സാണോ ഓഫ്ലൈൻ കോഴ്സാണോ അല്ലെങ്കിൽ ഏതൊക്കെ കോളേജസിൽ ഈ പറയുന്ന പ്രോഗ്രാം ഉണ്ട്, എത്ര നാളത്തെ ആ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് പുതിയ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് ഇതുവരെ അവർ വെബ്സൈറ്റിൽ കൊടുത്തിട്ടില്ല. ബട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് അവരവരുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പുതിയതായിട്ടുള്ളൊരു അപ്ഡേറ്റ്.
അപ്പം ഒരു പാറനായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് എന്താണേലും നിർബന്ധമായിട്ടൊരു 4 ഇയറിൻ്റെ ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. അതുപോലെ RPN ആണെങ്കിൽ ഒരു ഡിപ്ലോമ. ഇപ്പം ഡിപ്ലോമയുള്ള ഒരാളെ സംബന്ധിച്ച് അവർക്ക് ആ ഒരു ഡിപ്ലോമയുടെ ഒരു ഇത് വെച്ചിട്ട് RN വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധ്യമല്ല. അപ്പം അതിൻ്റേതായ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ബട്ട് ലൈക്ക് നിങ്ങളിപ്പം എന്തെങ്കിലും തരത്തിലുള്ള പ്രോസസ്സിലാണ് ഇപ്പോൾ എങ്കിലും തീർച്ചയായിട്ടും മാർച്ച് 31 മുമ്പ് കംപ്ലീറ്റ് ആക്കാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. ഈ ഒരു വർഷം നല്ല സന്തോഷം സമാധാനപരമായിട്ടുള്ളൊരു വർഷം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു വിത്ത് അനദർ വീഡിയോ.